ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റീഡിൽ ന്യൂ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചീറ്റ് മോഡ് ഫയലിൽ അപ്ഡേറ്റ് ഇല്ല. അതിനിപ്പോൾ സെറ്റിങ്സ് ഇത് ഇവിടെ ആയിട്ടാണ്. ഇവിടെ നിൽക്കാനാണ് ഇപ്പോൾ സെറ്റിങ്സ് കാണാൻ പറ്റും മോഡ്സിലോട്ടൊക്കെ. അതിപ്പോൾ പ്ലഗിൻ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ട്. സോ ഇൻ്റർനെറ്റ് ഓൺ ആയിക്കണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതെന്തോ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റീഡിൽ പ്ലഗിൻ എന്നാണ്. എനിക്കെന്താണെന്ന് അറിയില്ല, എന്തോ ഇൻസ്റ്റാൾഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ വീഡിയോയുടെ എൻഡിൽ നമുക്കതൊന്ന് ഓണാക്കി നോക്കാമല്ലോ. അതിന് ഇൻസ്റ്റാൾ ഞെക്കി നോക്കാം എന്തുണ്ടാവാന്ന്. ഓക്കെ, അത് വന്നുള്ള അപ്ഡേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ചീറ്റ് കോഡാണ് ഗൈസ്. ബസ്സിൻ്റെ അതേ ഗൈസ്, ഞാൻ അത് കണ്ടുപിടിച്ചു. ഫൈനലി നമ്മുടെ അപ്ഡേറ്റ് വന്നു. വെയിറ്റിംഗ് ആയിരുന്നു. ആദ്യം ചീറ്റ് മോഡ് ഫയലിൽ അപ്ഡേറ്റ് വരുന്നൊക്കെ കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം ചീറ്റ് മോഡ് ഫയലിലല്ലാതെ തന്നെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ബസ്സിൻ്റെ ചീറ്റ് കോഡ് എന്താ പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ബസ്സിൻ്റെ ചീറ്റ് കോഡാണ് 5599. 5599 അടിച്ച് കഴിഞ്ഞാൽ ഗൈസ് ബസ് വന്നു. ഗൈസ് ബസ് ഇതൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ വണ്ടിക്ക് കയറി. എൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ കണ്ട നല്ല കിട്ടിയില്ല സ്റ്റിയറിംഗ്. എൻ്റെ ഇതാണ് ഡ്രൈവർ ഇരിക്കുന്നത്. എൻ്റെ ഇവിടെ മറ്റേ അവിടെ അകത്തുള്ള സ്വിച്ചൊക്കെ കഴിഞ്ഞാൽ കയറാൻ പറ്റണ വേറെ ലെവൽ. അപ്പോൾ ഇവിടെ ഞെക്കിയാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അവിടെ ഞെക്കിയാലും ഡ്രൈവ് തന്നെ ചെയ്യാൻ പറ്റും, ഏത് സൈഡിൽ പോയാലും. അതൊക്കെ കണ്ട പാസഞ്ചേഴ്സിനെ ഇരിക്കാനുള്ള സീറ്റ് ഒക്കെ കിടിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. ബാക്ക് സീറ്റൊക്കെ കണ്ട നല്ല അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ബസ് ഒന്ന് ഓടിക്കാൻ പോവാണ്. ഇതൊക്കെ കണ്ട അതിനകത്ത് ഫ്രണ്ടിലൊന്നും ഇരിക്കണമല്ലോ. സിറ്റി ബസ് RGS. ഓക്കെ, RGS. ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ വ്യൂ ഒന്ന് നോക്കി നോക്കട്ടെ. നോക്കട്ടെ. ഓക്കെ, നല്ല ഫ്രണ്ട് ഭാഗം കാണൂല ഗൈസ്. കുഴപ്പമില്ല, നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. അതിന് വേറൊരു വെറൈറ്റി സൗണ്ട് ആട്ടാ. ആ സൗണ്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഓട്ടോറിക്ഷയൊക്കെ പോലത്തെ ഒരു സൗണ്ടാണ്. ഇതുവരെ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ള എല്ലാ കാറിൻ്റെയും ബൈക്കിൻ്റെയും ഏതൊരു വെഹിക്കിളാണെങ്കിലും എല്ലാത്തിൻ്റെ സൗണ്ട് ഒരേ സൗണ്ടാണ്. പക്ഷെ ഇപ്പോൾ ബസ്സിന് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. ഓട്ടോറിക്ഷയ്ക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് അറിയില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് കളിക്കാറ്. കാരണം നമ്മളെ ട്രാഫിക്കില്ലേ, സാധാ പോലെ ഇതുപോലെ പോണ വണ്ടികളില്ലേ, അതിൻ്റെ ഒച്ചൊക്കെ കൂടി കേൾക്കുമ്പോൾ എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞാൻ സൗണ്ടൊന്നും നോക്കിയില്ല ഓട്ടോറിക്ഷ. നമുക്ക് ഓട്ടോറിക്ഷയുടെ സൗണ്ടും കൂടി നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ബസ്സിൻ്റെ കളർ മാറ്റാൻ പറ്റുമോ നോക്കാം. കാരണം ന്യൂ അപ്ഡേറ്റിൽ വരുമ്പോൾ സൂപ്പറൊക്കെയൊന്നും കളർ മാറ്റാൻ പറ്റില്ലായിരുന്നു. പിന്നെ പതുക്കെയാണ് കളർ മാറ്റുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് ഇപ്പം തന്നെ കളർ മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. മാറുന്നില്ല ഓക്കെ, മാറി. ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, റെഡ്, ബ്ലാക്ക് ഒരു ലുക്കില്ല. അതിൻ്റെ വൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. മിക്സ്. ഓക്കെ, മിക്സ് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 2-3 കളറുകളെ മിക്സ് ഞെക്കുമ്പോൾ ഒറ്റ കളറേ വരുള്ളൂ. മറ്റേ കാറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പല പല കളറുകൾ വരും. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നമ്മുടെ ഏത് വണ്ടി എടുക്കുക? ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ എടുക്കുന്നത് 800 ചെയ്ത് വണ്ടി വരിക. ബുക്കാട്ടീൻ്റെ ഞാൻ മിക്സ് കളർ തരാം. കണ്ട ഡോറ് വേറെ കളറ്, ഡോറ് വേറെ കളറ്, വണ്ടിയുടെ കളർ വേറെ, അതിന് ബാക്ക് സൈഡൊക്കെ കണ്ടോ? ആ പട കളറൊക്കെ വേറെ കളറുകളാണ്. കണ്ടോ? ഇങ്ങനെയാണ് മിക്സ്. പക്ഷേ ബസ്സിൽ അങ്ങനെ വരുന്നില്ല. ഞാൻ പിന്നെ മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ബസ് RGB ആക്കിയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, പൊളിയായി. കിട്ടില്ല ബസ്. മോനെ, ഞാൻ കുറേ ബസ് പാർക്കിംഗ് തന്നെ നടത്താം. നല്ല കിടിലായിരിക്കും. നമ്മളെ സ്റ്റോറി വീഡിയോയിലൊക്കെ ഇനി ബസ് ഇടാം. ഓക്കെ, ഞാനിപ്പോൾ നേരെ ജുറാസിക് പാർക്കിലോട്ട് പോവാണ്. ജുറാസിക് പാർക്കിൻ്റെ അകത്ത് ഞാൻ ഈ ബസ്സിൽ പോകാൻ പോവാണ്. ഏതോ വണ്ടിയിലടിച്ച് ലംബോർഗിനി. ഈ സിറ്റിയിലുള്ള എല്ലാവരുടെ കയ്യിലുണ്ടാവും ലംബോർഗിനി, അല്ലെങ്കിൽ ബുഗാട്ടി, അല്ലെങ്കിൽ കോയിൻസഗ്. ഈ 3 വണ്ടികളില്ലാത്ത ആരുമില്ല. ഇതല്ലാതെ വേറെ ഏതെങ്കിലും വണ്ടി ട്രാഫിക്കിലും ഇല്ല. അപ്പോൾ ഇവിടെ ഈ സിറ്റിയിലില്ല. ഭയങ്കര റിച്ചാണ് തോന്നുന്നു എല്ലാവരും. എല്ലാവരുടെ കയ്യിൽ ഇതുപോലത്തെ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജുറാസിക് പാർക്കിനകത്തോട്ട് പോകാൻ പോവാണ് ഈ വണ്ടി കൊണ്ട്. ഞാൻ ജുറാസിക് പാർക്കിൽ നമ്മൾ ഇതുപോലത്തെ കുറേ ബസ്സുകൾ സ്പോൺ ചെയ്യും. ഈ ഷോർട്ട് കട്ട് എടുത്ത് പോവാം. ഈ റാമ്പ് ചാടിക്കാൻ പോവാം. ഞാൻ ഈ റാമ്പ് ചാടിച്ച് അതിൻ്റെ അകത്തോട്ട് കയറുന്നില്ലേ, ഇങ്ങനെയല്ല, കുറച്ച് സ്പീഡ് വേണം. ബ്രേക്ക്. നമുക്കൊന്ന് റിവേഴ്സിലോട്ടൊന്ന് പോവാം. ഇങ്ങനെ ഫുൾ സ്പീഡ്, അതായത് നല്ല സ്പീഡ് ചാടി വന്നിട്ട് ഇടിച്ചാണ്ട് കയറുമ്പോൾ അല്ലാതെ പറന്നാണ്ട് പോകും. കാറിലൊക്കെ ബൈക്കിലൊക്കെ പോകുമ്പോൾ, അതാണ് ബൈക്ക് പോകുമ്പോഴാണ് നല്ല രസമായിക്കൂടെ അങ്ങനെ പോകുന്നത്.
ഞാൻ ഇത് ബസ്സിൽ അങ്ങനെ പോയി നോക്കിയിട്ടില്ല. ഇപ്പോൾ ഉണ്ടായിരുന്നു ഇവന്ത് നോക്കിക്കാണ്, എന്തിനാണ് ഇവൻ കയറിക്കണി? വണ്ടി സ്റ്റക്കായി. ഇപ്പോൾ ഉണ്ടല്ലേ ഇവനൊക്കെ ഇതൊന്നും കണ്ണും കാണൂല. എന്ത് നമുക്കിത് ആർപ്പിച്ചിട്ട് പൊട്ടിക്കാം. കാര്യം ഇവിടെയാണ് നമുക്ക് ബസ് സ്പോൺ ആവേണ്ടത്. ഓക്കെ പൊട്ടി. വേഗം ഇപ്പോൾ ഈ ബസ് ഡീസ്പോൺ ആവുമെന്ന് തോന്നുന്നു. വേഗം ഡീസ്പോൺ ആയിട്ട് വേണം ഈ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക. അതാകുമ്പോൾ നമുക്ക് വേഗം സ്പോൺ ചെയ്യാം. വേഗം എന്നാൽ സ്റ്റീരിങ് കരടില്ലേ, അതാ ഡീസ്പോൺ ആവാത്ത. നമുക്ക് ഒന്നും കൂടി ആർപ്പിച്ചിടാം. കുറച്ച് പിന്നേക്ക് കയറി നമ്മൾ തട്ടിപ്പോവും. ഓക്കെ ഒട്ടിക്കേ ചാളില്ല. കോയിൻസൊക്കെ കത്തില്ലേ. എനിക്കിട്ട് പണി എന്നിട്ട് അവിടെ കിടക്കാനുള്ള സാധനം ഇത് പോണില്ലല്ലോ. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും സ്പോൺ ചെയ്യേണ്ടി വരും. ഇവിടെ സ്പോൺ ചെയ്യാം, കുഴപ്പമില്ല. 5 പോയി ഡീസ്പോണായി. നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ട് ശരി നിൽക്കാം. ഇവിടോട്ട് നമുക്ക് ഈ ബസ്സിലോട്ടൊന്ന് കയറാം. മണ്ണ് കയറിക്കോതാ. നമ്മൾ നിർത്തിയതൊക്കെ കിടക്കുക. കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് ചാടിക്കണം. പോട്ടെ ഫുൾ സ്പീഡ് കത്തിച്ച് വിടാണ്ട്. ബസ്സിന് സ്പീഡില്ല. സ്പീഡ് ഓവർ കൂട്. അയ്യേ ബസ് എടുത്ത് റാമ്പ് അടിക്കാൻ പറ്റില്ല തോന്നുന്നു. നമുക്ക് ജുറാസിക് പാർക്കിൻ്റെ അകത്തോട്ട് എന്തായാലും ഒന്ന് പോവാം. അതിൻ്റെ അകത്തോട്ട് പോയിട്ട് കുറേ ഇതുപോലത്തെ ബസ്സാണ്ട് സ്പോൺ ചെയ്യും. നമുക്ക് ഡീനോസറിനെ പറ്റിയെങ്കിൽ കാരണത്തിനാണ്. ഇതിനൊന്ന് കുറച്ച് നേരത്തെ തുറന്നു പറയാം. നമുക്ക് പോവാം. ഇവിടെ ഡിനോസറിനൊന്നും കാണുന്നില്ല. ഇവിടെ ഡൈനോസർ ചേസൊക്കെ നടത്തണതാ. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഡിനോസർ നമ്മളെ കൊല്ലുന്നു തോന്നി. സോ നമുക്ക് എവിടെയെങ്കിലും ഇവിടെ നമുക്ക് വണ്ടി സൈഡാക്കിയതിന് ശേഷം നമുക്ക് 912 അടിക്കാം. അപ്പോൾ നമ്മുടെ ഡിനോസർ നമ്മളെ പിടിക്കില്ല, നമ്മളെ അടുത്തേക്ക് വന്ന് നിൽക്കില്ല. നമുക്ക് ഇവിടെ കുറേ ബസ് വേണം സ്പോൺ ചെയ്യാം. ഓക്കെ ഇവിടെ 5599 കമോൺ പിന്നോട്ട് പറഞ്ഞ 5599 കമോൺ. ബസ് പാർക്കിംഗ് തന്നെയാണ് ഞാൻ ഇവിടെ സ്പോൺ ചെയ്യാൻ പോകുന്നത്. 5599. A few moments later. ഇത്രയും ബസ് മതിയാവും. നടുവിൽ നമുക്കൊരു ബസ്സും കൂടിയുണ്ട് സ്പോൺ ചെയ്യാം. പിന്നെ വേഗം ഒരു RPG എല്ലാം കത്തുമെന്ന് വിചാരിക്കണേ. RPG ആവശ്യം നമുക്കൊന്ന് സ്റ്റിക്കി ബോംബൻ ഇടാം. 5599 ഇവിടെ ഒരു ബസ്സും കൂടി. നമുക്ക് എത്ര ഒരു 3-4 ഓരോ ബസ്സിലുണ്ട് ഇട്ടേക്കാം. എല്ലാ ബസ്സിലും 1 2 നല്ല ഗ്യാപ്പ് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ. കുഴപ്പമില്ല. ബസ് പൊട്ടട്ടെ. ഇതും പൊട്ടണം. ഇവിടെയൊക്കെ കൂടി ഞാൻ കത്തിച്ച് ചാമ്പലാക്കണം. ഇതിൻ്റെ അകത്തോട്ട് പോയാ ഇതിന് ഇൻറ്റീരിയറിൽ ഞാൻ കണ്ടിയേ. നമുക്ക് ബസ് ഉൾഭാഗം കണ്ടാ. ഞാൻ ബസ് നീക്കിയിടേ. എന്താണത്? സ്റ്റിക്കി ബോംബ് നിൽക്കുമ്പോഴാണ് ബസ് നീങ്ങും. അതാ നോക്കട്ടെ. എനിക്ക് തോന്നിയതാണ് അതൊക്കെ. ഞാൻ അവിടെ ഒരു സ്റ്റിക്കി ബോംബും കൂടി ഇട്ട് ഒക്കെ സെറ്റ് ചെയ്യും. നമ്മൾ ഇനി ഇതൊക്കെ കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ പോവാം. അത്ര നമുക്കിനി ചെയ്യാനുള്ളൂ. സോ ഞാൻ ഇവിടെ ഫുള്ള് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഈ ബസ്സുകളൊക്കെ നോക്കുക ഗൈസ്. സീന് നമുക്കിനി ഇത് ആക്ടിവേറ്റ് ചെയ്യാം. അയ്യോ അതിൽ കൂടി ഇട്ടിട്ടുണ്ടല്ലേ. എല്ലാം പൊട്ടി തെറിച്ച്. ഞാൻ സ്കൂൾ ഇറക്കാമെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഇടുന്ന പോലെ തന്നെ ഇന്ന് ഞാൻ മൊത്തം 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. 2 വീഡിയോ പിന്നെ കുറേ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നമ്മളെ സ്കൂൾ ഇറക്കണമെങ്കിൽ ശനി ഞായറിലൊക്കെ വീഡിയോ വരുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ഇടയ്ക്ക് ക്ലാസ് ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ചില സൺഡേ സാറ്റർഡേ ഒന്നും വീഡിയോ വരില്ല. എന്നാലും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്താണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്ലഗിൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ഞെക്കി വെക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ നമുക്ക് പ്ലഗിൻ ഞെക്കിയ ശേഷം ഇൻസ്റ്റാൾ ഞെക്കി വെക്കാം. പ്ലീസ് വെയിറ്റ്. വരുന്നില്ലല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. 2000 years later. ഒന്നും വരുന്നില്ലേ? ഇതെന്താ വരാത്ത? ഇനി ഇതന്നെ ഉള്ളൂ എന്ന് തോന്നുന്നേ. നേരത്തെ സമയം കളഞ്ഞ്. എൻ്റെ മറ്റൊരു കിടിലം വഴിയായിട്ട് വരുന്നവരെ എല്ലാ മച്ചവർക്കും ബൈ.